മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെതിരെ ബസ് ഉടമകൾ. മന്ത്രി തെറ്റായ കാര്യങ്ങൾ പറയുന്നു. തങ്ങൾ ആവശ്യപ്പെടാത്ത കാര്യങ്ങളാണ് മന്ത്രി പറയുന്നത്. വിദ്യാർത്ഥി കൺസെഷൻ കാലങ്ങളായി ഉന്നയിക്കുന്ന ആവശ്യമാണെന്നും വിദ്യാർത്ഥി സംഘടനകൾക്ക് പോലും തങ്ങളുടെ ആവശ്യത്തിൽ എതിർപ്പില്ലെന്നും ബസ് ഉടമകൾ പറഞ്ഞു. അരുൺ ആലത്തൂരിന്റെ റിപ്പോർട്ട്. സംസ്ഥാനത്ത് സ്വകാര്യ ബസ് സമരം പുരോഗമിക്കുകയാണ്. ഈ സ്വകാര്യ ബസ് സമരത്തിൽ വിദ്യാർത്ഥികളുടെ കൺസെഷൻ വർദ്ധിപ്പിക്കുന്ന ഉൾപ്പെടെയൊക്കെ പെട്ടെന്ന് പറഞ്ഞാലൊന്നും സാധ്യമാവില്ല എന്നുൾപ്പെടെയാണ് വിഷയത്തിൽ മന്ത്രി കെ ബി ഗണേഷ് കുമാർ പ്രതികരണം നടത്തിയത്. ഇപ്പോൾ ബസ് ഉടമകൾ ചേരുന്നുണ്ട്. മന്ത്രിയുടെ പ്രതികരണം ശ്രദ്ധയിൽപ്പെട്ടു. എന്താണ് മന്ത്രിയുടെ പ്രതികരണം ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു. പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞത് എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവില്ല. ഈ മന്ത്രി അധികാരത്തിൽ വന്നിട്ട് 17 മാസമായി. ഈ മന്ത്രി ഇവിടെ ചാർജ് എടുത്ത് അന്ന് മന്ത്രി ചാർജ് എടുത്ത് അന്ന് മുതലേ ഞങ്ങൾ വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർധനവുമായിട്ട് മന്ത്രിയായിട്ട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ 14 കൊല്ലമായിട്ട് 1 രൂപയാണ് ഇപ്പോഴും. 96 രൂപ കൊടുക്കണം 1 ലിറ്റർ ഡീസൽ അടിക്കാൻ. 96 വിദ്യാർത്ഥികളെ കയറ്റണം 1 ലിറ്റർ ഡീസൽ അടിക്കാനുള്ള പണം കിട്ടണമെങ്കിൽ. അപ്പോൾ വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിച്ചില്ലെങ്കിൽ ഈ വ്യവസായം എന്നേക്കുമായി ഇല്ലാതെയാവും. 32,000 8,000 ഇതിൻ്റെ കാരണം വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്കിലെ കുറവാണ് ഈ വ്യവസായം തകരാൻ കാരണമെന്ന് സർക്കാർ നിയോജിച്ച കമ്മീഷൻ വരെ കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ മന്ത്രി മറ്റൊരു കാര്യം പറഞ്ഞ് ഇവിടെ ഞങ്ങളുടെ ഗുണ്ടകൾ ഞങ്ങൾ ബസ്സുകളിലെ പോക്സോ കേസിലുള്ള ആളുകളെ വെക്കണം, അതുമാതിരി ഞങ്ങൾ നാർക്കോട്ടിക് കേസിലുള്ള ആളുകളെ വെക്കണം, കൊടും ക്രിമിനലുകളെ വെക്കണം എന്നൊക്കെയാണ് മന്ത്രി പറഞ്ഞ് ഞങ്ങൾ ആവശ്യപ്പെട്ടു എന്ന് മന്ത്രി പറഞ്ഞത്. ഞങ്ങൾ അങ്ങനെ ആവശ്യപ്പെട്ടിട്ടേ ഇല്ല. ഞങ്ങൾ ആവശ്യപ്പെട്ടത് വല്ല കുടുംബ വഴക്കിലോ അല്ലെങ്കിൽ വല്ല മറ്റേ ഈ ആക്സിഡൻറ്റ് കേസിലോ വല്ല പെറ്റി കേസിലോ അല്ലെങ്കിൽ വല്ല റോഡ് ഉപരോധത്തിലോ അത്തരം വല്ല കേസുകളിലൊക്കെ പ്രതിയായിട്ടുള്ള ആളുകൾക്ക് പോലും PCC കിട്ടാത്ത സാഹചര്യമുണ്ട്. അതൊക്കെ ഒരു സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ അടുത്ത് പോയാൽ ഒരു റിപ്പോർട്ട് കിട്ടുന്നതാണ്. അതിനുവേണ്ടി ഞങ്ങൾക്ക് 1,100 രൂപ ചിലവാക്കി 6 മാസം കൂടുമ്പോൾ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ അക്ഷയ ഫീസ് അടച്ച് പോലീസ് സ്റ്റേഷനിൽ പോയി വീണ്ടും അക്ഷയയിൽ വന്ന് ഞങ്ങൾ സർട്ടിഫിക്കറ്റ് മേടിക്കണമെന്ന് പറഞ്ഞ നടപടിയാണ് ഒഴിവാക്കാൻ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് വരാം. അവിടുത്തെ കൊടും ക്രിമിനലുകളെല്ലാം വന്ന് ഇവിടെ ജോലി എടുക്കുമ്പോൾ അവർക്കൊന്നും വേണ്ടാത്ത കാര്യം ഇവിടെ രാവിലെ മുതൽ വൈകിട്ട് വരെ പിഞ്ചു കുഞ്ഞുങ്ങളെ മുതൽ അംഗപരിമിതരെ അതുമ്പോൾ കാഴ്ച പരിമിതരെ സാധാരണക്കാരായ ആളുകളൊക്കെ ബസ്സിൽ കയറ്റി അവരുടെ വീടുകളിൽ നിന്നും അവരുടെ ആവശ്യമുള്ള സ്ഥലത്തേക്കും തിരിച്ച് അവരുടെ വീടുകളിലേക്ക് എത്തിക്കുന്ന ഈ സ്വകാര്യ ബസ് ജീവനക്കാരെ ഇങ്ങനെ ഗുണ്ടകളായിട്ട് പരിഗണിക്കുന്ന നടപടിക്കെതിരെയാണ് ഞങ്ങളുടെ പ്രതിഷേധം. അത് ഞങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ഗുണ്ടകളെ വെക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അത് മന്ത്രി ആരോ തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ല. അതുമാതിരി സ്പീഡ് ഗവർണറും GPS എന്ന് പറഞ്ഞ കാര്യം, സ്പീഡ് ഗവർണറും GPS ഒക്കെ ഞങ്ങളെ ഞങ്ങളെ സാമ്പത്തികമായിട്ട് ഞെരുക്കാൻ വേണ്ടി കൂടുതൽ സാമ്പത്തിക ബാധ്യത അടിച്ചേൽപ്പിക്കാൻ ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. അതിന് ആവശ്യമായി അതും വെച്ച് ഞങ്ങളെ മോട്ടോർ വാഹന വകുപ്പ് പീഡിപ്പിക്കുകയാണ്. അത് വെച്ച് GPS വെച്ച് പീഡിപ്പിക്കുകയാണ്, സ്പീഡ് ഗവർണർ വെച്ച് പീഡിപ്പിക്കുന്നു, അതിന് വലിയ ഭീമമായ ഫീസ് അടയ്ക്കണമെന്ന് പറയുന്നു. അത്തരം നടപടികൾക്കെതിരാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അതിലൊക്കെ ഒരു സ്പീഡ് ഗവർണറിൻ്റെയും GPS-ൻ്റെയും പർപ്പസ് ഒന്നാണ്. രണ്ടും വേണമെന്നാണ് പറയുന്നത്. ഈ രണ്ടിനും വർഷം 4,000 രൂപ ഫീസ് അടയ്ക്കണം. എവിടെ ഈ നമ്മൾ ഈ ഏജൻസിയുടെ അടുത്ത് പോയിട്ട് ഏജൻസികളെന്ന് പറഞ്ഞാൽ ആ ഏജൻസികളെക്കുറിച്ച് ഈ ഗവൺമെൻറ് അന്വേഷണം നടത്തണമെന്ന് ഞങ്ങൾക്ക് പറയുള്ളൂ. ഈ ഗവൺമെൻറ് പറഞ്ഞ കമ്പനിക്കാരിൽ നിന്ന് മാത്രമാണ് ഞങ്ങൾ ഈ സാധനങ്ങളൊക്കെ മേടിച്ചത്. ആ സ്ഥാപനങ്ങളൊക്കെ പൂട്ടിപ്പോയി. അത് അന്ന് ഇത് നിശ്ചയിച്ച ആളുകൾ അന്ന് അവരുടെ താല്പര്യങ്ങളനുസരിച്ച് ഇവരെ നിശ്ചയിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിൽ ഞങ്ങൾ ഇത്തരത്തിലൊരു സമര പരിപാടികൾ ഇന്ന് 8-ാം തീയതി ഞങ്ങളുടെ സൂചനാ സമരമാണ്. 26-ാം തീയതി ഞങ്ങൾ കൊടുത്തതാണ്. 26-ാം തീയതി കൊടുത്ത് ഈ നിമിഷം വരെ ഇന്നലെയാണ് ഞങ്ങളൊരു ചർച്ചയ്ക്ക് വിളിച്ചത്. ഇന്ന് സമരം പരിപൂർണമാണ്. ഈ ജില്ലയിലെ സമരം ഇന്ന് പരിപൂർണമാണ്. സംസ്ഥാനത്തെ മുഴുവൻ ഇന്ന് പരിപൂർണമാണ്. തിരുവനന്തപുരം ജില്ലയിലെ ഒരു അല്പം കുറച്ച് 100ഓളം സിറ്റികളിൽ വണ്ടികൾ ഓടിയിട്ടുണ്ട്. അത് കണ്ടീഷൻസ് അനുസരിച്ച് അന്ന് ഗവൺമെൻറ് പെർമിറ്റ് ഇഷ്യൂ ചെയ്യുമ്പോൾ അത് ചില കണ്ടീഷൻസ് ഉണ്ട് സിറ്റി ബസ്സുകൾ. പിന്നെ അവിടെ ജനങ്ങൾക്കൊന്നും KSRTC ഓരോ മിനിറ്റ് ഇടപെട്ട് KSRTC ഓടുന്ന ഒരു സ്ഥലത്ത് പ്രൈവറ്റ് ബസ്സുകളൊന്നും നിർത്തിയാലൊന്നും അവിടെ ജനങ്ങളെ ബാധിക്കില്ല. ബാക്കി സംസ്ഥാനത്ത് സമരം പരിപൂർണമാണ്. ഇന്ന് ഈ സമരം കഴിഞ്ഞാൽ ഈ 22-ാം തീയതി മുതൽ സംസ്ഥാനത്തെ മുഴുവൻ സ്വകാര്യ ബസ്സുകളും അനിശ്ചിതകാലത്തേക്ക് ഞങ്ങൾ നിർത്തിവെക്കാൻ തയ്യാറാണ്. അതിനു മുമ്പ് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഭാഗത്ത് ചർച്ചയുണ്ടാവും. മന്ത്രിയെ ആരോ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ പറയുന്നു എന്ന് മന്ത്രിയെ ആരോ തെറ്റിദ്ധരിപ്പിച്ചാണ് മന്ത്രി ഇത്തരം പ്രശ്നങ്ങൾ ഇറക്കുന്നതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. തന്നെയാണ് ഏതായാലും മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം ഉൾപ്പെടെ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് എന്നുള്ളതാണ് ബസ് ഉടമകൾ പറയുന്നത്. കൃത്യമായിട്ട് അവരുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ചർച്ചയിൽ അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിൽ 22 മുതൽ അനിശ്ചിതകാലത്ത് സമരത്തിലേക്ക് കടക്കുമെന്നുള്ളത് തന്നെയാണ് ബസ് ഉടമകൾ വ്യക്തമാക്കുന്നത്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.